ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇത് കണ്ടില്ലേ, നമ്മളെ സീ പ്ലാന്റാണ്. വേണ്ട കാണാമല്ലോ അല്ലേ? സീ പ്ലാന്റിൻ്റെ ഈ ഇരിക്കുന്നതെല്ലാം തൈകളാണ്. സീ പ്ലാന്റിൻ്റെ തൈകളാണ്. അപ്പോൾ ഇതിനെ ഒന്ന് വലിയ ചട്ടികളിലോട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ തീരെ വലുതല്ല, ഒരു 8mm ചട്ടിയിലോട്ട് ഒന്ന് മാറ്റണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരുപാട് നാളായിട്ട് ഇല നട്ട് പൊടിപ്പിച്ചതാണ്. അപ്പോൾ ഒരുപാട് നാളെടുത്ത് ഇത് ഇത്രയും പൊടിച്ച് വരാൻ. കണ്ടില്ലേ, ഇത്രയും തൈകളുണ്ട്. ഒരു ചട്ടിയിൽ 2-3 തൈ വെച്ചുണ്ട്. ഓരോ ഇല വെച്ച് മണ്ണിൽ നട്ട് ഈ ചട്ടിയിൽ തന്നെ വെച്ച് നട്ട് പിടിപ്പിച്ചതാണ്. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് വലിയ പോട്ടിലോട്ട് മാറ്റണം. ഇത് കണ്ട, അപ്പോൾ ഇതിവിടെ വെച്ചിരുന്ന് എലി തോണ്ടി ചെടിയെല്ലാം ഓടിച്ചളഞ്ഞു. അപ്പോൾ നമുക്കിതിന്ന് നട്ടിട്ട് വേറൊരു സ്ഥലത്തോട്ട് മാറ്റണം. അപ്പോൾ എലി ഭയങ്കര ശല്യമാണ്. എലി ഇവിടെ ഇതെല്ലാം അത്രയും തോണ്ടി മറച്ചിട്ടേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും പാറപ്പൊടിയും ഇവിടെ ചേർത്താണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് 8mm 10mm ഉണ്ടോ, 6 8 ഉണ്ടോ. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇട്ടിരുന്നു. ഈ ചെടികൾ വില വെച്ച് കിടക്കുന്ന കുഴിപ്പള്ളം, ബാല്യമഴം കുഴിപ്പള്ളത്തിൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇത് ഇവിടെ നമുക്കൊരു 15 രൂപ 20 രൂപ ഇവിടെ നമ്മളെ തൊട്ടടുത്ത കൊടുക്കണം. അപ്പോൾ ഇതവിടെ നിന്ന് എനിക്ക് 9 രൂപയ്ക്കാണ് കിട്ടിയത്. ഞാനൊരു 25-30 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഇതിലോട്ട് നമുക്കതൊന്ന് മാറ്റാം. 1 2 3 4 5 6 7 8 9 ചട്ടിയിലോട്ട് ഇതൊന്ന് മാറ്റാം. 9 ചട്ടിയിലോട്ട് മണ്ണ് നിറയ്ക്കാം. നമുക്ക് ചകിരിച്ചോറ് കിട്ടണമെങ്കിൽ എല്ലാം ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ ചകിരിച്ചോറ് വില കൊടുക്കുന്ന സ്ഥലം മേടിക്കണം. ചകിരിച്ചോറ് ഞാൻ മറ്റേ 5 രൂപയുടെ ബ്രിക്സ് ഉണ്ടാക്കിയാണ് വാങ്ങി. പക്ഷെ അത് കുറച്ച് ചട്ടികൾ മുറിക്കാനാണ് മതി. ഇതിപ്പം ചെറിയ ചട്ടിയാണ്ട് എനിക്ക് ഇത്ര മാത്രമേ മുറിക്കാൻ പറ്റൂ. ഉപയോഗിക്കുന്നതാണ്. കേട്ടോ, ഇത് ഞാൻ ഒരു സീ പ്ലാന്റിൻ്റെ തണ്ട് ഫുള്ളായിട്ട് എടുത്തോട്ട് വന്നിട്ട് അതിൽ നിന്ന് ഇല ഇതുപോലത്തെ ഒരു തണ്ട്, ഇത് മദർ തണ്ടാണ്. അപ്പോൾ ഇത് ഫുള്ള് ഇല ഉണ്ടായിരുന്നു. ആ ഇലയുടെ തൈകളാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി മിച്ചം വന്നത് ഊന്നി നിർത്തി അതിൽ നിന്ന് വന്ന തൈകളാണ്. ഉണ്ടല്ലേ, കിഴങ്ങൊക്കെ വന്ന് വേരൊക്കെ വന്ന്. അപ്പോൾ ഇതിൽ സാധാ മണ്ണാണ് ഇട്ടിരുന്നത്. ഇതിൽ വളമൊന്നും ഇട്ടില്ല, സാധാ മണ്ണാണ് ഇട്ടിരുന്നത്. നമുക്കിത് ഒന്നിൽ നടാം. അതെ, ഒരെണ്ണം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു തേങ്ങ വെച്ച് ആണെങ്കിലും ഒരു ഇലയിൽ ഒരു ഗ്രാം രണ്ടല്ല ചട്ടി നട്ടിരുന്നത്. രണ്ടുപേർ പിടിച്ചു. നമുക്കിപ്പോൾ ഒരു ചട്ടി 2 വെച്ച് നട്ടുള്ളൂ. ഓരോ മാറ്റി നടാനുള്ള ചട്ടിയില്ല.
ഇത് ഒരു ഇല വെട്ടപ്പോൾ ഒരു കിഴങ്ങ് വന്നു. ഇതിപ്പോൾ ഒരു ഇതിപ്പോ ഞാൻ വിൽക്കാനല്ല കേട്ടോ, പിന്നെ വെറുതെ വീട്ടിലൊരു ഷോയ്ക്ക് വെക്കാൻ വേണ്ടി. അപ്പോ എല്ലാം നട്ട് കഴിഞ്ഞു. 3, 3, 3, 6, 9 ഉണ്ട് അല്ലേ. എല്ലാം നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പെരിച്ചാഴി കയറാത്ത സ്ഥലത്ത് വെക്കണം. പെരിച്ചാഴി ഭയങ്കര ശല്യം. ഇങ്ങനെ കൊണ്ട് തറയിൽ വെച്ച് കഴിഞ്ഞാൽ അവൻ കയറി തോണ്ടി എടുത്തലായി. ഒരു 5-6 പിടിച്ചതാണ്, പക്ഷേ വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1, 2 അല്ല, ഒരുപാട് കാണും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പം അതിനു മുമ്പേ ഇതിലെല്ലാം ഒന്ന് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം എല്ലാം ഒഴിച്ച് കഴിഞ്ഞ് ഇനി എടുത്ത് എവിടെയെങ്കിലും ഒന്ന് സീറ്റിംഗ് ആക്കണം.